നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025ലെയും 26ലെയും ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കാണുക. അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ ക്ലാസ്സിൽ ചോദിക്കും. അത് നിങ്ങൾ താഴെ കൃത്യമായിട്ട് കമന്റും കൂടി ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം ഒരു പുരസ്കാരമാണ്. 2025ലെ OV വിജയൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാറിന്റെ ഉല എന്ന നോവലിനാണെന്ന് ഓർക്കുക. അപ്പൊ ഉല എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? KV മോഹൻകുമാർ. ഈ കൃതിക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? 2025ലെ OV വിജയൻ പുരസ്കാരമാണ്. OV വിജയൻ സ്മാരക പുരസ്കാരമാണ് ലഭിച്ചത്. അടുത്തത് ഒരു നിയമനമാണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? നടൻ G കൃഷ്ണകുമാർ ആണ്. നടൻ G കൃഷ്ണകുമാർ. അപ്പൊ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നടൻ G കൃഷ്ണകുമാർ ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗുരുഗ്രാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ആദ്യത്തെ LPG ATM നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് ആദ്യത്തെ LPG ATM നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ ഒരു LPG ATM അവിടെ കൊണ്ടുവന്നത്. BPCL ആണ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആദ്യത്തെ LPG ATM എവിടെ സ്ഥാപിച്ചത്? ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സ്ഥാപിച്ചത്. എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ഓർത്തോണം. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് എന്തിനാ? ഈ ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കേസുകളിൽ നിന്നും ഒഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഭേദഗതി ബില്ല് ഏതാണ്? ജൻവിശ്വാസ് ഭേദഗതി ബില്ലാണ്. ജൻവിശ്വാസ് ഭേദഗതി ബില്ലാണ് ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കാനും വേണ്ടി കൊണ്ടുവന്ന ഭേദഗതി ബില്ല്. സെറ്റാണല്ലോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കരുവന്നൂർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ചെറുകഥയും ഡിസ്കസ് ചെയ്തില്ലേ? ഏതായിരുന്നു? ഗാസയിലെ കുട്ടികൾ. അപ്പൊ ഈ രണ്ട് ചോദ്യം, ഗാസയിലെ കുട്ടികൾ, കരുവന്നൂർ, ഈ രണ്ട് ചെറുകഥയുടെയും രചയിതാവ് ആരാണ്? താഴെ കമന്റ് ചെയ്യുമല്ലോ അല്ലെ? പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ക്ലാസ് ഇതുപോലെ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞേക്കാം. പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് മെയ് മാസം 18-ന് ഡിഗ്രി മെയിൻസിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കോംബോ ബാച്ച് ആണ്. ഫീസ് വരുന്നത് 2799. മെയിൻസ് എക്സാം ആണ്. ഇത്രയും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 2 പരീക്ഷയുടെയും കോച്ചിങ് ആണ്. 2 പരീക്ഷയുടെയും മെയിൻസ് എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്സ്. സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെഷ്യൽ ഫോക്കസ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, NCRT, ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ് എന്റെ ഗൈഡൻസ് പ്രകാരം പോകുന്നു. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക, നിങ്ങളെയും സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകളും ഞാൻ എടുത്തു തരുന്നത് കേട്ടോ. പിന്നെ ഈ ബാച്ച് മാത്രമല്ല, നമ്മൾ പുതിയൊരു ബാച്ച് LDCയുടെ സെക്കൻഡ് ബാച്ച് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീറ്റുകൾ പരിമിതം. ഒരുപാട് പേരെ ഒന്നും എടുക്കത്തില്ല, കുറച്ച് ആൾക്കാരെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഞാൻ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആൾക്കാരെ ഉദ്ദേശിക്കുന്നുണ്ട്. അത്രയും പേരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നു. എന്തായാലും ജൂൺ 1 ക്ലാസ് തുടങ്ങുകയാണ്. അഡ്മിഷൻ നടന്നു. ഇനി 2 ആഴ്ചയും കൂടെ അഡ്മിഷൻ കാണത്തോടെ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. 2 ഇൻസ്റ്റാൾമെന്റായിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. LDCയുടെ കോഴ്സിൽ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ ജോലിക്ക് പോകുന്നവരാണോ, ബിഗിനേഴ്സ് ആണോ, വീട്ടമ്മമാരാണോ, ആരായാലും കുഴപ്പമില്ല. ബേസ് ലെവലോട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫസ്റ്റ് കമന്റിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവരോട് വാട്സാപ്പിൽ ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
LDCയുടെ കോഴ്സിന്റെ വാലിഡിറ്റി 2027 ഡിസംബർ 31 വരെ ഉണ്ടായിരിക്കും. ഇതിലേക്ക് തിരിച്ചു വരാം. അടുത്ത കറണ്ട് അഫയറിലേക്ക് പോകാം. നിഷ്ക്രിയ ദയാവധം. അടുത്തിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിഷ്ക്രിയ ദയാവധം നടപ്പിലാക്കി. ഹരീഷ് റാണ എന്ന ചെറുപ്പക്കാരൻ 13 വർഷമായിട്ട് മരുന്നിന്റെയും ഒക്കെ സഹായത്തോടെ മാത്രം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ഉത്തർപ്രദേശ് സ്വദേശിയാണെന്നും കൂടി ഓർക്കുക. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് വീണ് പരിക്ക് പറ്റി തലച്ചോറിന് ക്ഷതമേറ്റ് കോമ സ്റ്റേജിലായി പോയി. അപ്പോ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ തീരുമാനപ്രകാരം ഇവർ സുപ്രീം കോടതി വഴി നിഷ്ക്രിയ ദയാവധത്തിനുള്ള അനുമതി തേടി. അപ്പൊ എന്താണ് നിഷ്ക്രിയ ദയാവധം? അതിന് വിധേയനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? ഹരീഷ് റാണയാണ് അതിന് വിധേയനാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി. നിഷ്ക്രിയ ദയാവധം എന്നാൽ പാസീവ് യൂത്തനേഷ്യ. യൂത്തനേഷ്യ അഥവാ ദയാവധം, മെഴ്സി കില്ലിംഗ്. അതിന്റെ സ്പെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. സ്പെല്ലിംഗ് നോക്കിക്കേ. യൂത്തൻ എന്ന് എഴുതുക, EUTHAN, ദെൻ ഏഷ്യ എന്നും കൂടെ എഴുതിയാൽ മതി. അതാണ് യൂത്തനേഷ്യ. യൂത്തൻ എന്ന് എഴുതിയിട്ട് ഏഷ്യ. യൂത്തനേഷ്യ, മെഴ്സി കില്ലിംഗ്, ദയാവധം എന്ന് പറയും. നിഷ്ക്രിയ ദയാവധം എന്നാൽ ഇപ്പൊ ദീർഘകാലങ്ങളായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗി, അല്ലെങ്കിൽ മാരക രോഗത്തിന് അടിപെട്ട, ജീവൻ എന്തായാലും തിരികെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച രോഗി, ഇവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സപ്ലിമെന്റ്സ് ഉണ്ടല്ലോ, ഫുഡ് ആയാലും എന്തായാലും, അത് പതിയെ പതിയെ പിൻവലിച്ചുകൊണ്ട് അവരെ മരണത്തിന് വിധേയമാക്കുക. അതാണ് നിഷ്ക്രിയ ദയാവധം, പാസീവ് യൂത്തനേഷ്യ. ഇനി ആക്റ്റീവ് യൂത്തനേഷ്യ ഉണ്ട്. അതായത് അവരുടെ മരണം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് മരുന്നോ മറ്റ് ഇഞ്ചക്ഷനോ നൽകി അവരുടെ മരണം വേഗത്തിലാക്കുക. അതാണ് ആക്റ്റീവ് യൂത്തനേഷ്യ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ട് 2018 കോമൺ കേസ്, ഇതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി യൂത്തനേഷ്യയ്ക്ക് അല്ലെങ്കിൽ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. 2018 കോമൺ കേസിന്റെ ഭാഗമായിട്ടാണ് യൂത്തനേഷ്യയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകിയത്. അതുപ്രകാരം 2026 മാർച്ച് മാസം 24 ഹരീഷ് റാണ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാവുകയും ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായ ഇന്ത്യക്കാരൻ ആരെ? ഉത്തർപ്രദേശ് സ്വദേശിയാണ്, ഹരീഷ് റാണയാണെന്നും കൂടി ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വന്നത്. ഓർക്കുമല്ലോ. അടുത്തിടെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ നിന്നും വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചു. ഈ വിത്തില്ലാത്ത തണ്ണിമത്തന്റെ പേരെന്ത്? അതാണ് ചോദ്യം. ഷോണിമ. ഷോണിമ എന്നത് വിത്തില്ലാത്ത തണ്ണിമത്തനാണെന്ന് ഓർക്കുമല്ലോ. വിത്തില്ലാത്ത തണ്ണിമത്തനാണ് ഷോണിമ. പുണ്യ, ആദ്യ എന്നിവ നെൽവിത്തിനങ്ങളാണ്. കുട്ടനാട്ടിലെ മങ്കൊമ്പിലുള്ള MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അടുത്തിടെ ഡെവലപ്പ് ചെയ്ത നെൽവിത്തിനങ്ങളാണ് പുണ്യ, ആദ്യ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പുണ്യ, ആദ്യ എന്നിവ നെൽവിത്തിനങ്ങളാണ്. മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. അടുത്തത് കുറച്ച് കൃതികളാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കൃതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചത്. താഴെ കമന്റ് ചെയ്തല്ലോ അല്ലെ. ഇടശ്ശേരിക്കാറ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? KP രാമനുണ്ണി. KP രാമനുണ്ണിയാണ് ഇടശ്ശേരിക്കാറ് എന്ന കൃതിയുടെ രചയിതാവ്. നിർനിമേഷമായി നിൽക്ക. നിർനിമേഷമായി നിൽക്ക, വള്ളത്തോളിനെ കുറിച്ച് ഈ ഒരു കൃതി രചിച്ചത് അനിൽ വള്ളത്തോളാണ്. അനിൽ വള്ളത്തോൾ. കിട്ടിയല്ലോ. MT വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ അടുത്തിടെ രചിച്ച കൃതിയാണ് എംടിത്തം. ഇമ്പോർട്ടന്റ് ആണ്. എംടിത്തം എന്നത് MT വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ അടുത്തിടെ രചിച്ച കൃതിയാണ്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. പോൾസ് ഇട്ട് തരാം കേട്ടോ. അപ്പൊ പോൾസ് ഞാൻ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ടും പോൾസും അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇടശ്ശേരിക്കാറ് KP രാമനുണ്ണി. നിർനിമേഷമായി നിൽക്ക വള്ളത്തോളിനെ കുറിച്ചുള്ള കൃതിയാണ്. അനിൽ വള്ളത്തോൾ ആണ് രചിച്ചത്. എംടിത്തം രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, അടുത്തത് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്?
അയൽക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടി കുടുംബശ്രീ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയുടെ പേര്, ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ എന്നത്. ജീവൻ ദീപം ഒരുമ. SIRന്റെ ഫുൾ ഫോം PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, മലയാളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയും. അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഇരട്ട വോട്ടും ഒക്കെ കണ്ടെത്താനും തടയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുറെ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കിട്ടിയതാണ്. നമ്മളത് പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പൂരിപ്പിച്ച് തിരികെ കിട്ടിയ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്ത, എല്ലാ ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഏത്? കാസർഗോഡ് ജില്ല. ഓർക്കുമല്ലോ. അപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പ്രകാരം വിതരണം ചെയ്ത മുഴുവൻ ഫോമുകളും തിരികെ വാങ്ങി ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ ജില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. അടുത്തത് ഒരു റിപ്പോർട്ടാണ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു എ ലീഡിംഗ് ക്വാണ്ടം പവേർഡ് എക്കണോമി. നീതി ആയോഗ്, കേന്ദ്ര പൊതുസ്ഥാപനമായ നീതി ആയോഗ് അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ കുതിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് ഏത്? നീതി ആയോഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നീതി ആയോഗുമായിട്ടുള്ള ഫാക്സുകൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓർത്തിരിക്കണേ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടി നിങ്ങൾ ഈ സമയത്തൊന്നെടുത്ത് റിവിഷൻ അടിച്ചോളാം. അടുത്തത് 2025 ഫിഫ പുരസ്കാരമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ പുരസ്കാരം, ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ് 2025. മികച്ച പുരുഷ താരം ഒസ്മാൻ ഡെംബലെ. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒസ്മാൻ ഡെംബലെ. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പാനിഷ് താരമാണ്. തുടർച്ചയായിട്ട് 3 വർഷങ്ങളിൽ ആർക്കാണ് ലഭിച്ചത്? ഐറ്റാന ബോൺമാറ്റിക്കാണ്. 2023, 24, 25 എന്നീ വർഷങ്ങളിൽ മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ ഫുട്ബോൾ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഐറ്റാന ബോൺമാറ്റിക്ക് ലഭിച്ചു. മികച്ച പുരുഷ കോച്ച് ലൂയിസ് എൻറിക്വേ ആണ് മികച്ച പുരുഷ കോച്ച്. മികച്ച വനിതാ കോച്ച് ആരാണ്? സെറീന വെയ്ഗ്മാൻ ആണ് മികച്ച വനിതാ കോച്ച്. സെറ്റ് ആണല്ലോ. മികച്ച ഗോൾ കീപ്പർ ജിയാൻലൂജി ഡൊണ്ണരുമ്മ മികച്ച പുരുഷ ഗോൾ കീപ്പർ. മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ്? ഹന്ന ഹാംപ്ടൺ. അടുത്തത് പുഷ്കാസ് അവാർഡ്, മികച്ച പുരുഷ ഗോളിനുള്ള പുരസ്കാരമാണ്. പുഷ്കാസ് അവാർഡ് 2025 ലഭിച്ചത് സാന്റിയാഗോ മോണ്ടിയേൽ. മികച്ച വനിതാ ഗോളിനുള്ള പുരസ്കാരം മാർത്ത പുരസ്കാരം. 2024 മുതലാണ് ഇങ്ങനെ ഒരു വനിതാ ഗോളിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത്. ബ്രസീലിയൻ താരം മാർത്തയുടെ പേരിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്ബത്ത് ഒവല്ലേക്കാണ് 2025 മാർത്ത പുരസ്കാരം ലഭിച്ചത്. ലിസ്ബത്ത് ഒവല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും പ്രാധാന്യം മനസ്സിലായില്ലേ? അത്രത്തോളം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നേക്കുക. 25, 26 വർഷങ്ങളിലെ ക്ലാസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരുടെ അടുത്ത് നമ്മുടെ ക്ലാസിന്റെ കാര്യം പറയാം. അതുപോലെ ഹർഷിത എജ്യൂടെക് ആപ്പിന്റെ കാര്യം പറയാം. പുതിയ ബാച്ച് കോഴ്സ്, ഡിഗ്രി മെയിൻസിന്റെ കോഴ്സ് May 18 ആരംഭിക്കുന്നു. June 1 സെക്കൻഡ് ബാച്ച്, അതായത് LDCയുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ സെറ്റായി എന്ന് വിചാരിക്കുന്നു. എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് റിവിഷൻ അടിച്ച തലയിൽ നിൽക്കും, ഉറപ്പാണ്. God bless you all. All the best for your exam preparation. Thank you.